അപ്പോൾ നമ്മൾ ഇന്ന് 3 തീരുമാനങ്ങളാണ് എടുത്തുന്നത്. ഒന്ന്, നമ്മളുടെ അമ്മേന്ന് പോയ സ്റ്റാഫ് അതുല്യൻ്റെ ടെർമിനേഷൻ നമ്മൾ റീവോക്ക് ചെയ്തു. അത് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ട്രഷറർ ഉണ്ണീനെ നമ്മൾ ലീവിലേക്ക് പോകാനുള്ള ജനറൽ ബോഡി വരയ്ക്കും ഉള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഫെബ്രുവരി 21 അൻസിബ ഹസൻ നമുക്ക് റെസിഗ്നേഷൻ ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ EC-യിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ 3 മെയിൻ ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കുറേ ഡീറ്റെയിൽ ആയ ചർച്ചകളായിരുന്നു. സോ താങ്ക് യു, നിങ്ങളെല്ലാവരും ഇത്ര നേരം വരെ വെയിറ്റ് ചെയ്തതിന്. ആൻഡ് സോറി ഫോർ എവറിത്തിങ് ആൻഡ് താങ്ക് യു സോ മച്ച്. ആര് പറഞ്ഞു? അല്ല, ICC ഉണ്ട്. അതിൻ്റെ മീറ്റിംഗ്സിലും നമ്മൾ പങ്കെടുക്കാറുണ്ട്. ബിക്കോസ് ഫിലിം ചേംബേഴ്സിൻ്റെ കീഴിൽ വരുന്ന എല്ലാം ഭാരവാഹിത്വം അല്ലാതെ എല്ലാം എന്താ പറയുക ബ്രാഞ്ചസിൽ ICC ഉണ്ട്. അത് നിർബന്ധമാണ്. സർക്കാർ നിയമിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അത്ര നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ചർച്ച നടന്നു. അതിന്റെ കാര്യത്തിലാണ് നമ്മൾ ടെർമിനേഷൻ റിവോക്ക് ചെയ്തത്. അല്ല, ഉണ്ണീനെ മാത്രം ലീവിൽ എടുക്കുന്നത് ബിക്കോസ് അത് അതുല്യന്റെ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ഡീറ്റെയിലിൽ നമ്മൾ പോകുന്നില്ല. ബിക്കോസ് അത് അമ്മയുടെ ഉള്ളിലത്തെ കാര്യമാണ്. സോറി, അതെന്താണുള്ളത് അമ്മയുടെ ഉള്ളിൽ. നമുക്ക് അത് നിങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ റെസ്പെക്ട് ചെയ്യാണ്. അതുകൊണ്ട് നമ്മൾ നേരെ 3 കാര്യം മാത്രം ഒരു ക്രക്സ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതൊക്കെ പരാതിയല്ല, വിഷമങ്ങളാണ്. അത് നമ്മൾ പരിഗണിച്ചു. ഉണ്ടല്ലോ, നമ്മുടെ ഫിലിം ചേംബേഴ്സിൽ എല്ലാ മീറ്റിംഗിലും അമ്മേന്ന് പോയിട്ടുണ്ടല്ലോ ആൾക്കാർ. നമുക്ക് EC മീറ്റിംഗിലാണ്. നമ്മളുടെ ബൈലോ പ്രകാരം EC ആണ് നമ്മളുടെ എല്ലാം. അതൊക്കെ മുകളിലുള്ളത് നമ്മുടെ ജനറൽ ബോഡിയാണ്. അപ്പോൾ നമ്മുടെ EC-ന്റെ മീറ്റിംഗ് ബിക്കോസ് ഓഫ് ഇലക്ഷൻ അങ്ങനെ നമ്മുടെ ഇപ്പോൾ കുടുംബസംഗമം ഫെബ്രുവരി 14 കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മുടെ EC നടന്നത്. അതിൻ്റേതായ ഒരു ഡിലേ വന്നിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് 2-2.5 മാസത്തിന്റെ ഒരു ഡിലേ വന്നുകൊണ്ടാണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു കംപ്ലൈന്റ് ഇത്ര സ്ട്രെച്ച് ആയത്. അവർ പറഞ്ഞത് 7 മാസത്തോട് വർക്ക് ചെയ്തു. അപ്പോൾ അതിനു മുമ്പും പല അനുഭവങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ പലപ്പോഴും അതിനൊരു മറുപടി അല്ലെങ്കിൽ ആക്ഷൻ ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. 7 മാസമേ ആയുള്ളൂ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പരാതി ഇപ്പോഴല്ലേ വന്നേ? പരാതി ഇപ്പോഴാണ് വന്നത്. ഞങ്ങൾ മീറ്റിംഗ് കൂടുന്ന 4 മാസത്തിന് ശേഷമാണ്. പ്രസിഡന്റിന്റെ അടുത്ത് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു. അല്ല, 26 അല്ല, 6-ാം തീയതിയാണ് ആദ്യത്തെ കംപ്ലൈന്റ് കിട്ടിയത്. അത് കംപ്ലൈന്റ് ആയിട്ടല്ല, അതൊരു വിഷമം ഉള്ള രീതിയിലാണ് ഒരു ലെറ്റർ തന്നത്. അത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത EC മീറ്റിംഗിൽ നമുക്ക് പരിഗണിക്കാം. ആ മീറ്റിംഗാണ് ഇന്ന് നടന്നത്. അപ്പോൾ അതിനായി അവർ എല്ലാം നമ്മൾ 2 പാർട്ടീൻ്റെയും നമുക്ക് കേട്ടേ പറ്റൂ. അപ്പോഴാണ് നമുക്ക് തീരുമാനിക്കുക. അല്ലാതെ യൂഷ്വലി നമ്മുടെ ബൈലോ പ്രകാരം ഡിസിപ്ലിനറി കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഡിലേ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് എപ്പോഴും അങ്ങനെയല്ല, എന്തായാലും ആ ഒരു റിപ്പോർട്ട് EC-യിൽ വന്നേ പറ്റൂ. അപ്പോൾ ഇന്ന് ഒരു ചേഞ്ചിന് ഡിസിപ്ലിനറി കമ്മിറ്റി ആയിട്ട് നമ്മൾ EC ടേണായി. ആൻഡ് ഇതാണ് നമ്മൾ തീരുമാനിച്ചത്. മാർച്ച് 6-ന് പരാതി പറഞ്ഞെങ്കിലും ഏപ്രിൽ നടപടി അതുകൊണ്ടാണ് ടെർമിനേഷൻ റിവോക്ക് ചെയ്തത്. ബിക്കോസ് അത് ഒരു തെറ്റായ നടപടിയായിരുന്നു എന്ന് നമ്മൾ എല്ലാവർക്കും തോന്നി. സോറി, നിങ്ങളുടെ തീരുമാനം അവരെ അതുല്യ അറിയിച്ചിട്ടുണ്ടോ? അത് അവര് സ്വീകരിക്കും. നമ്മളിതാ മീറ്റിംഗ് കഴിഞ്ഞു, തിരിച്ചു വന്നു, നിങ്ങളോട് പറയുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ വഴി അവരറിയും. നമ്മൾ എന്തായാലും ഒഫീഷ്യലി ആയിട്ട് അവരോട് പറയും. ഒരു കമ്മിറ്റി അറിയാതെ ഒരാളെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തായാലും IC കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം. ഈ 2 വ്യക്തികൾ അവർ ടെർമിനേറ്റ് ചെയ്യുന്ന നടപടി തികച്ചും തെറ്റാണെന്നുള്ളതാണ് ബോധ്യപ്പെട്ടിരുന്നു. അതെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തും കമ്മിറ്റിയിൽ ആലോചിച്ചാണല്ലോ ചെയ്യാൻ. അതിനെതിരെയാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഉണ്ണീഷ്വാലിനെ മാറ്റി നിർത്തുന്നു. കുക്കിന്റെ കാര്യത്തിൽ വേറെ തീരുമാനത്തിലേക്ക് പോകുന്നു. കുക്കിന്റെ കാര്യം ഇതില്ല. അത് ഉണ്ണീന്റെ പ്രശ്നം ഉണ്ണിയും അതുല്യന്റെ ഇടയിലായിരുന്നു. ആൻഡ് ബാക്കി നമ്മുടെ കോടതി ജനറൽ ബോഡിയാണ് തീരുമാനം. അൻസിബയുടെ ഇതും സ്വീകരിച്ചിട്ടുണ്ട്. അത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റീസൺ ആണ് അവൾ തന്നത്. സാധാ സിമ്പിൾ. ഫെബ്രുവരി 21 അവൾക്ക് കുറേ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, വരാൻ പറ്റില്ല. അപ്പോൾ ഒരു പേഴ്സണൽ, ബിക്കോസ് ഇതൊരു വോളണ്ടറി ജോബാണ്.
ഒരു മെമ്പർ എന്ന നിലയിൽ നമുക്കൊരു എന്താ പറയുക ഫുൾ ടൈം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ കുട്ടിക്ക് എന്തായാലും അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സാഡായിട്ട് ഇന്നാണ് നമ്മുടെ EC വന്നത്. അപ്പോൾ അത് നമ്മൾ ആ കുട്ടീനെ വിളിച്ചു, ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൈയടിച്ച് പാസ്. അതിൽ പറയുന്ന വേറെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രസിഡന്റ് ഒന്നും അറിയുന്നില്ല, പ്രസിഡന്റിനെ ഒന്നും അറിയിക്കുന്ന ഈ ഇവിടെ നടക്കുന്ന അതൊക്കെ ഇന്റേണൽ ആയ കാര്യം കംപ്ലൈന്റിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രസിഡന്റ് തോന്നിയിട്ടുണ്ടോ? അല്ല ഹൈദർക്ക, അതൊക്കെ എല്ലാം അറിയാലോ. നമ്മുടെ അമ്മേന്റെ ഒരു ബൈലോ പ്രകാരം നമുക്ക് ഇത്രയും മാത്രമേ പറയാൻ പാടുള്ളൂ. ബിക്കോസ് ഇത് അമ്മയുടെ ഉള്ളിലത്തെ കാര്യമാണ്. അമ്മയുടെ മെയിൻ കോടതി ജനറൽ ബോഡിയാണ്. അതിൽ നമ്മുടെ മെമ്പേഴ്സ് എന്ത് ചോദിക്കുന്നു അതിന്റെ ഉത്തരം കൊടുക്കാനുള്ള നമ്മളെല്ലാവരും ബാധ്യസ്ഥരായ 17 ആൾക്കാരാണ്. ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യുമ്പോൾ പോലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗീകാരം വേണമെന്നാണ് അതിലെ പറഞ്ഞ പരാതിയിലാണ് പറയുന്നത്. അതിവിടുത്തെ ക്യാമറ മാറ്റുന്നു, അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗീകാരം ഇല്ലാതെയാവുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം വന്നു. ഇതൊക്കെ ഒരു ഗൗരവത്തോടു കൂടി തന്നെയാണല്ലോ ഇന്നത്തെ മീറ്റിംഗ് കണ്ടിരിക്കുന്നത്. എല്ലാ മീറ്റിംഗ്സും സീരിയസ് തന്നെയാണ്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി ഒരു സീരിയസ് ആയ രീതിയിൽ, ബിക്കോസ് നമ്മൾ എനിക്ക് തോന്നുന്നു ഇത്ര ലേറ്റായ ഒരു മീറ്റിംഗ് ഇന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നടന്നത്. സോ വി വർ വെരി വെരി സീരിയസ് അബൌട്ട് എവറിത്തിങ്. ഇതിൽ അതുല്യ മാത്രമല്ല, മറ്റു സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്, അതുകൂടാതെ മറ്റുള്ള സ്റ്റാഫുകളുള്ള സെക്യൂരിറ്റി ജീവനക്കാർ ഇപ്പോഴും നമ്മളുടെ സ്റ്റാഫാണ്. അവരുടെ പെരുമാറ്റമൊക്കെ യുദ്ധത്തിൽ മോശമാണെന്ന ലെവലിലൊക്കെ അവർ പൊതുവെ അതുല്യ പറയുന്നുണ്ട്. ഇവിടെയുള്ള സ്റ്റാഫുകളുടെ ഒരു പെരുമാറ്റ രീതിയിലേക്കൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി പരിഗണിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പറയും. സെക്യൂരിറ്റി വളരെ വിഷമത്തോടുകൂടിയാണ് ശ്വേതാമേനോൻ പ്രസിഡന്റ് വിശ്വസിച്ചാണ് കത്ത് തന്നിരുന്നത്. കുറെ ദിവസമായി കത്ത് വന്നിട്ട്, പക്ഷേ പ്രസിഡന്റിനുള്ള വിശ്വാസമാണ് സെക്യൂരിറ്റി കാണിച്ചത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല, അതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പട്ടാളക്കാരൻ, ആൾക്ക് ഇംഗ്ലീഷ് അറിയാം, ആൾക്ക് തമിഴ് അറിയാം, മലയാളം അറിയാം, എല്ലാം അറിയാം, ആൾക്ക് എഴുതാനും എല്ലാം അറിയാം. പട്ടാളക്കാരനായതുകൊണ്ട് മാത്രം അത്തരം ഒരു അനീതിക്ക് കൂട്ടി നിൽക്കില്ല എന്ന് പറഞ്ഞു. അത് ഗൗരവത്തോടു കൂടി തന്നെ പ്രസിഡന്റ് എന്ന നിലയിൽ. അതെ അതെ, നമ്മുടെ സ്റ്റാഫിനെ, നമ്മൾ സ്ത്രീകൾ തൽപ്പത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾക്കൊരു മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാവരും ഇന്ന് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു തീരുമാനിക്കാം.